പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സർഫസ് ഏരിയ വോളിയത്തിൻ്റെ സെക്കൻഡ് ടോപ്പിക്കിലേക്ക് സ്വാഗതം. ദെൻ സർഫസ് ഏരിയ ഓഫ് കോമ്പിനേഷൻ സോളിഡ്സ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. ദെൻ സെക്കൻഡ് ടോപ്പിക്ക് വോളിയം ഓഫ് എ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ്. വോളിയത്തിൻ്റെ ഫോർമുലാസ് എല്ലാം നമുക്കറിയണേ. ഫസ്റ്റ് ക്യൂബോയിഡ്. വോളിയം ഓഫ് ക്യൂബോയിഡ് എന്താണ്? L into B into H. എഴുതി വെക്കണം, വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്യണം, പഠിക്കണം. സെക്കൻഡ് വോളിയം ഓഫ് ക്യൂബ് പറഞ്ഞാട്ടെ, എ ക്യൂബ്. സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ്, എ ക്യൂബ്. ദെൻ വോളിയം ഓഫ് സിലിണ്ടർ. സിലിണ്ടർ വോളിയം എന്താ മക്കളെ? പൈ ആർ സ്ക്വയർ എച്ച്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, പൈ ആർ സ്ക്വയർ എച്ച്. ദെൻ ഫോർത്ത് വൺ പറഞ്ഞാട്ടെ മക്കളെ, സിലിണ്ടർ കഴിഞ്ഞാൽ കോണ്. വോളിയം ഓഫ് കോണ് 1/3 പൈ ആർ സ്ക്വയർ എച്ച്. 1/3 ഓഫ് ദി വോളിയം ഓഫ് സിലിണ്ടർ ആണ് കോണ് വരുന്നത്, 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ദെൻ സ്ഫിയർ പറഞ്ഞാട്ടെ മക്കളെ, സ്ഫിയറിൻ്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ്. ഹെമിസ്ഫിയർ 2/3 പൈ ആർ ക്യൂബ്. എല്ലാം 9th പഠിച്ചതാണ് ഫോർമുലാസ്. ക്യൂബോയിഡ് L ഇൻറ്റു B ഇൻറ്റു H, ക്യൂബ് എ ക്യൂബ്, സിലിണ്ടർ പൈ ആർ സ്ക്വയർ എച്ച്, കോണ് 1/3 പൈ ആർ സ്ക്വയർ എച്ച്, സ്ഫിയർ 4/3 പൈ ആർ ക്യൂബ്, ഹെമിസ്ഫിയർ 2/3 പൈ ആർ ക്യൂബ്. അപ്പോൾ ഫോർമുല ഫസ്റ്റ് എഴുതി വെക്കണം. അത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പ്രോബ്ലംസ്, കോമ്പിനേഷൻ ഓഫ് സോളിഡ് ഫിഗേഴ്സ് ആണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് പ്രോബ്ലം. എ സോളിഡ് ഈസ് ഇൻ ദി ഷേപ്പ് ഓഫ് എ solid is in the shape of a cone, standing on a hemisphere with both their radii being equal to 1 centimeter, being equal to 1 centimeter, and the height of the cone is equal to its radius. Find the volume of the solid in terms of pi. അപ്പോൾ അവിടെ പറയുന്നു, ഒരു കോണിക്കൽ ഷേപ്പ്, എല്ലാത്തിനും മൗണ്ടഡ് ഫിഗർ വരയ്ക്കുക. കോണിക്കൽ ഷേപ്പ്, സ്ഫിയർ മൗണ്ട് ചെയ്തിരിക്കുന്നു. റേഡിയസ് 1 centimeter, 1. ദെൻ ഹൈറ്റ് ഓഫ് ദി കോൺ ഈക്വൽ ടു റേഡിയസ് 1. ഹൈറ്റ് ഓഫ് ദി കോൺ ഈക്വൽ ടു റേഡിയസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ വോളിയം ഓഫ് ദി സോളിഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ എന്താണ്? വോളിയം ഓഫ് കോൺ പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ. ചെയ്തൂടെ? റേഡിയസ് 1, ദെൻ റേഡിയസ് 1, ഹൈറ്റ് 1 centimeter, റേഡിയസ് 1 centimeter. Volume of cone equal to 1/3 pi r square h. 1/3 pi, radius 1 square, height 1, that is equal to pi/3 centimeter cube. കാരണം അവിടെ പൈയുടെ വാല്യൂ കൊടുക്കണ്ട, ഇൻ ടേംസ് ഓഫ് പൈ ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. പൈ തന്നെ ആൻസർ കാണാനാണ് പറഞ്ഞത്. ദെൻ pi/3 centimeter cube. ദെൻ വോളിയം ഓഫ് ഹെമിസ്ഫിയർ, സെക്കൻഡ് ഫിഗർ. വോളിയം ഓഫ് ഹെമിസ്ഫിയർ പറഞ്ഞാട്ടെ, വോളിയം ഓഫ് ഹെമിസ്ഫിയർ 2/3 പൈ ആർ ക്യൂബ്. 2/3 പൈ ഇൻറ്റു 1 that is 1. ആൻസർ 2/3 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. 2/3 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. ദെൻ ബോത്ത് സോളിഡ് ആഡ് ചെയ്യുക. pi/3 പ്ലസ് 2pi/3. 2/3 pi means 2pi/3. That is 3pi/3. Cut 3. Final answer pi centimeter cube. Volume of the solid equal to pi centimeter cube. Correct ആയല്ലോ? ഇൻ ടേംസ് ഓഫ് പൈ എന്നാണ് ക്വസ്റ്റ്യൻ. ഇൻ ടേംസ് ഓഫ് പൈ ആണെങ്കിൽ പൈ തന്നെ ആൻസർ വെക്കണം, വേറെ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ pi centimeter cube എന്ന് കിട്ടി. അപ്പോൾ സോളിഡ് ഷേപ്പ് നമുക്ക് എക്സാക്റ്റ് വരയ്ക്കണം. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യണം? ഫോർമുലാസ് യൂസ് ചെയ്യുക. എന്താ ഫോർമുല ഇവിടെ പറഞ്ഞിരിക്കുന്നത്?
ദെൻ വോളിയം ഓഫ് സിലിണ്ടർ ഒക്കെ നമ്മൾ ഫസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. വോളിയം ഓഫ് കോണ്, വോളിയം ഓഫ് ഹെമിസ്ഫിയർ, അതൊക്കെ വളരെ വൃത്തിയിൽ അപ്ലൈ ചെയ്തു. നമ്മൾ എന്ത് എഴുതി വെച്ചു? ഫോർമുലയൊക്കെ ക്രിയേറ്റ് ചെയ്തു. ദെൻ സൈഡ് മെഷർമെൻ്റ് ഒക്കെ നോക്കി കാൽക്കുലേഷൻ കൊടുത്തു അല്ലേ? ആ കാൽക്കുലേഷൻ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആകെയുള്ള ഒരു പണി എന്ന് പറയുന്നത്, ഒരു അധ്വാനം, അതാണ് ആകെയുള്ളത്. സെക്കൻഡ് ഫിഗർ നോക്കുക. Rachel, an engineering student, RACHEL. Rachel, an engineering student, was asked to make a model shaped like a cylinder with two cones attached at its two ends by using a thin aluminum sheet. The diameter of the model is 3 cm and its length is 12 cm. Full stop. If each cone has a height of 2 cm, find the volume of air contained in the model that Rachel made. അപ്പോൾ ഇവിടെ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല മിടുക്കനാണ്. സിലിണ്ടർ ഫസ്റ്റ് മിഡിലൊരു സിലിണ്ടർ ഉണ്ട്, ടോപ്പിലൊരു കോണ് വരച്ചിട്ടുണ്ട്, ബോട്ടത്തിലൊരു കോണ് വരച്ചിട്ടുണ്ട്. ദെൻ റേഡിയസ്, ഡയമീറ്റർ 3 ആണ്, റേഡിയസ് 1.5, ഡയമീറ്റർ 3 ആണ്, റേഡിയസ് 1.5. ദെൻ ഹൈറ്റ്, ടോട്ടൽ ഹൈറ്റ് 12 ആണ്. ഹൈറ്റ് ഓഫ് ദി കോണ് 2, ഹൈറ്റ് ഓഫ് ദി കോണ് 2, രണ്ടും ഹൈറ്റ് ഓഫ് ദി കോണ് 2 ആണ്. ദെൻ ഹൈറ്റ് 2 പോയി കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന ഹൈറ്റാണ് സിലിണ്ടറിൻ്റെ ഹൈറ്റ്. അത് എത്രയായിരിക്കും വരിക? ടോട്ടൽ 12 - 4 8 വന്നു. റേഡിയസ് സെയിം ആണ്, അതൊക്കെ കറക്റ്റാണ്. വോളിയമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? ഫിഗറൊക്കെ സെറ്റ് ചെയ്തു. ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് ഉണ്ടാക്കിയ മോഡലാണ്. ദെൻ സിലിണ്ടർ two equal cones ആണ്. ദെൻ വോളിയം ഓഫ് 2 കോൺ പ്ലസ് വോളിയം ഓഫ് സിലിണ്ടർ, അതാണ് മോഡൽ. അതിനുള്ളിലുള്ള എയർ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ വോളിയം ഓഫ് 2 കോൺ പ്ലസ് വോളിയം ഓഫ് സിലിണ്ടർ. ഫസ്റ്റ് വോളിയം ഓഫ് സിലിണ്ടർ കാണാം. വോളിയം ഓഫ് സിലിണ്ടർ ഏതും കാണട്ടോ, ഞാനങ്ങനെ കാണുന്നതേ ഉള്ളൂ. വോളിയം ഓഫ് സിലിണ്ടർ πr²h, ലാസ്റ്റാണ് പൈ കൊടുക്കുന്നത്. പൈ ഇൻറ്റു 1.5 സ്ക്വയർ ഇൻറ്റു h is equal to 8. പൈ ഇൻറ്റു 1.5 സ്ക്വയർ, റേഡിയസ് 1.5, ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ 8, ടോട്ടൽ ഹൈറ്റ് 12, 2 സെൻറ്റിമീറ്റർ ഒക്കെ മീറ്ററിലല്ലേ, 2 സെൻറ്റിമീറ്റർ അപ്പർ കോണ്, 2 സെൻറ്റിമീറ്റർ ഹൈറ്റ് ലോവർ കോണ്, സബ്ട്രാക്ട് വി ഗെറ്റ് 8 സെൻറ്റിമീറ്റർ. പൈ ഇൻറ്റു 2.25 ഇൻറ്റു 8, 40 ബാലൻസ് 4, 16, 20 ബാലൻസ് 2, 16, 40 ബാലൻസ് 4, 8, 16 പ്ലസ് 4, 20 ബാലൻസ് 2, 18, 18.00, 18 പൈ എന്ന് എഴുതിയാൽ മതി. 18 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. വോളിയം ഓഫ് സിലിണ്ടർ 18 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. അവിടെ നിൽക്കട്ടെ. ദെൻ വോളിയം ഓഫ് 2 കോൺസ്, സെയിം കോൺ ആയതുകൊണ്ട് 2 കോൺസ് ഒരുമിച്ച് ചെയ്യുക. 2 ഇൻറ്റു 1/3 പൈ r²h, 2 ഇൻറ്റു 1/3 പൈ r²h, 2 ഇൻറ്റു 1/3 പൈ ഇൻറ്റു 1.5 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് 2. ഹൈറ്റ് എത്രയാണ്? 2 ആണ് വരുന്നത്. 2 ഇൻറ്റു 1/3 പൈ ഇൻറ്റു 2.25 ഇൻറ്റു 2, 1.5 സ്ക്വയർ 2.25. 3യും 2.25യും കട്ട് ചെയ്താൽ 75, ദാറ്റ് ഈസ് 0.75, 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, അപ്പോൾ 0.75. 0.75 ഇൻറ്റു 2 എത്രയാണ് മക്കളെ? 1.5 പൈ ഇൻറ്റു 2, ദാറ്റ് ഈസ് 3 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. 3 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. ദെൻ 3യും 2.25 കട്ട് ചെയ്തു 0.75. 0.75 ഇൻറ്റു 2 1.5.
1.5 into 2 3 pi centimeter cube volume of 2 cones. 2 കോൺസിൻ്റെ വോളിയം. ദെൻ വോളിയം ഓഫ് മോഡൽ അടുത്ത സ്റ്റെപ്പിൽ വോളിയം ഓഫ് മോഡൽ ഈക്വൽ ടു 18 pi പ്ലസ് 3 pi. ദാറ്റ്സ് ഈക്വൽ ടു 21 pi centimeter cube. ദാറ്റ്സ് ഈക്വൽ ടു 21 pi centimeter cube. 21 into 22/7 കട്ട് ചെയ്തു, പൈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 7 3 സാർ 66 സെൻറ്റിമീറ്റർ ക്യൂബാണ് ടോട്ടൽ വോളിയം. വോളിയം എത്ര വരുന്നത്? 66 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയല്ലോ. 66 സെൻറ്റിമീറ്റർ ക്യൂബ് വോളിയം ഓഫ് ദി മോഡൽ. ദെൻ വോളിയം ഓഫ് മോഡൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു? വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ് 2 കോൺസ്. വോളിയം ഓഫ് സിലിണ്ടർ പൈ ആർ സ്ക്വയർ എച്ച് കാൽക്കുലേറ്റ് ചെയ്തു 18 pi. വോളിയം ഓഫ് 2 കോൺസ് 2 into 1/3 pi r square h we get 3 pi. Adding 18 pi and 3 pi 21 pi. 21 into 22/7 that's equal to 66 centimeter cube. വോളിയം ഓഫ് ദി മോഡൽ എന്നാണ് പറയുക, വോളിയം ഓഫ് മോഡൽ. ഓക്കെ, അപ്പോൾ മോഡലിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രശ്നമില്ല, വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. ഫോർമുലാസ് അറിയണം, കാൽക്കുലേഷൻ അറിയണം, സിംപ്ലിഫിക്കേഷൻ അറിയണം, ഇത്ര മാത്രമേ ഉള്ളൂ വോളിയം ഓഫ് മോഡൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പരിപാടി. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എഴുതുക. എ പെൻ സ്റ്റാൻഡ് മെയ്ഡ് ഓഫ് വുഡ്. എ പെൻ സ്റ്റാൻഡ് മെയ്ഡ് ഓഫ് വുഡ് ഈസ് ഇൻ ദി ഷേപ്പ് ഓഫ് എ ക്യൂബോയിഡ്. ഈസ് ഇൻ ദി ഷേപ്പ് ഓഫ് എ ക്യൂബോയിഡ് വിത്ത് 4 കോണിക്കൽ ഡിപ്രഷൻസ്. പെന്ന് വെക്കാനുള്ള 4 കോണിക്കൽ ഡിപ്രഷൻസ് to hold pens. Full stop. The dimensions of the cuboid are 15 cm by 10 cm by 3.5 cm. Length 15, 10 cm breadth, height 3.5 cm. The radius of each of the depression is 0.5. Radius of each of the depression 0.5 centimeter. And the depth is 1.4 centimeter. Depth ആഴം, അതിൻ്റെ ആഴം 1.4 centimeter. Find the volume of wood in the entire stand. Find the volume of wood in the entire stand. അപ്പോൾ നമുക്കറിയാം പെൻ സ്റ്റാൻഡൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്, പെൻ ട്രേ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ദാറ്റ്സ് എ ക്യൂബോയിഡൽ ഷേപ്പാണ്. ക്യൂബോയിഡൽ ഷേപ്പിൽ 4 കോണിക്കൽ ഡിപ്രഷനാണ്. 4 കോണിക്കൽ ഡിപ്രഷൻ. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് 2 കോണിക്കൽ ഡിപ്രഷനാണ്, എനിക്കിവിടെ സ്പേസ് ഉള്ളൂ. ദെൻ 4 കോണിക്കൽ ഡിപ്രഷൻ, റേഡിയസ് 0.5 ആൻഡ് ഹൈറ്റ് 1.4. ദെൻ ക്യൂബോയിഡ് ലെങ്ത് 15, ബ്രെഡ്ത്ത് 10, ഹൈറ്റ് 3.5. അപ്പോൾ എങ്ങനെയാണ് വോളിയംസ്, റിമൈനിങ് വോളിയം കണ്ടുപിടിക്കുക? വുഡിൻ്റെ വോളിയംസ്, എൻറ്റയർ വുഡ് വോളിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ദെൻ വോളിയം ഓഫ് ക്യൂബോയിഡ് മൈനസ് വോളിയം ഓഫ് 4 കോൺ അല്ലേ? വോളിയം ഓഫ് ക്യൂബോയിഡ് മൈനസ് വോളിയം ഓഫ് 4 കോൺസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എല്ലാവർക്കും അറിയാലോ വോളിയം ഓഫ് ക്യൂബോയിഡ് പറഞ്ഞോളൂ. വോളിയം ഓഫ് ക്യൂബോയിഡ് ഈക്വൽ ടു L into B into H, LBH, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. That is 15 into 10 into 3.5. Then 15 into 10 into 3.5, 35. Then 525 centimeter cube. Volume of cuboid equal to centimeterലാണ് 5 centimeter, 525 centimeter cube volume of cuboid. Then next line volume of 4 cones. അത് ഒരുമിച്ച് അങ്ങ് ചെയ്താൽ മതി, വലിയ പ്രയാസമൊന്നുമില്ല അല്ലേ? Volume of 4 cone. Volume of 4 cones equal to 4 into 1/3 pi r square h. Volume of cone 1/3 pi r square h. Volume of 4 cones 4 into 1/3 pi r square h. 4 into 1/3 into 22/7 into 0.5 square into h എത്ര വന്നു? 1.4. ഹൈറ്റ് 1.4. വെല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കറക്റ്റായിട്ട് കട്ട് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, പണി കഴിഞ്ഞു. വളരെ സിമ്പിളാണ് ഈ ടോപ്പിക്ക്. ശ്രദ്ധിച്ചാൽ മതി, കാൽക്കുലേഷൻ ശ്രദ്ധിച്ചാൽ മതി.
4 into 1.3 into 22/7 into 0.5 square. 5 5s are 25. 0.25 into 1.4. 7 cut ചെയ്തു 1.4 0.2. ദെൻ വേറെ കട്ടിങ് ഒന്നുമില്ലല്ലോ, ഒരു കട്ടിങ്ങും ഇല്ല. സന്തോഷം. 422 88. 25 into 2 5 വരും. 5 അല്ലേ, 5 50 ആയി. 25 into 2 50 ആയി. ദെൻ 3 ഡെസിമൽ പ്ലേസ് എടുക്കണം. 50ൽ 3 ഡെസിമൽ പ്ലേസ് എടുക്കുമ്പോൾ 0.05 ബൈ 3. 0.05. അവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. 25 into 2 50 ആയി. ദെൻ 3 ഡെസിമൽ പ്ലേസ് 1 2 3 ഡെസിമൽ പ്ലേസ്. 50 ഓൺലി 2 ഡെസിമൽ പ്ലേസ് ഉള്ളൂ അല്ലേ, 2 പ്ലേസ് ഉള്ളൂ. ദെൻ 0 ചേഞ്ച് മാറ്റിയിട്ടു 0.050, ദാറ്റ് ഈസ് 0.05. ദെൻ 0.05 ഇൻറ്റു 88 ഇൻറ്റു 5 ചെയ്യുക. 5 8s are 40, ബാലൻസ് 4. 40 + 4 44. 2 ഡെസിമൽ പ്ലേസ് 4.4/3. 4.4/3. Then 4.4 divided by 3. 44 divided by 3 is 1 times. That is 3. Then etc. 1 14. 4 time. That is 12. Balance 2. 0.6 18 6. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര വന്ന് 1.4666 എന്ന് പോകും. പോയിൻ്റ് ഇങ്ങോട്ടേക്ക് മാറി അല്ലേ. 1.466 മീൻസ് 1.47. അപ്രോക്സിമേറ്റ് 1.47 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്രോക്സിമേറ്റ് 1.47 സെൻറ്റിമീറ്റർ ക്യൂബ്. ഡെസിമൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഡെസിമൽസ് ഇട്ട് കൊടുക്കുക, അത്രയോ പണിയുള്ളൂ. ശ്രദ്ധിക്കേണ്ട പണി അത്രയേ ഉള്ളൂ. അപ്പോൾ 4.4 ഡിവൈഡഡ് ബൈ 3 അപ്രോക്സിമേറ്റ് 1.466 പോകുന്നത് നമുക്ക് എന്താക്കി എടുക്കാം, 1.47 റൗണ്ട് ഓഫ് ചെയ്തു. ദെൻ എൻ്റെയർ വോളിയം ഓഫ് വുഡ് എൻ്റെയർ ക്യൂബോയിഡ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്, 525 മൈനസ് 1.47. 525 0.00 1.47 395. ദെൻ ക്യാരി ഓവർ ചെയ്തു 4 ആകുമ്പോൾ 3 2 523.53 അപ്രോക്സിമേറ്റ്ലി 523.53 സെൻറ്റിമീറ്റർ ക്യൂബ് എൻ്റെയർ വോളിയം ഓഫ് ദി ക്യൂബോയിഡ്. മൈനസ് വോളിയം ഓഫ് 4 ഡിപ്രഷൻ കിട്ടുന്നത് വോളിയം ഓഫ് വുഡ് ഇൻ ദി എൻ്റയർ സ്റ്റാൻഡാണ്. പെൻ സ്റ്റാൻഡിൻ്റെ എൻറ്റയർ വോളിയം, അത് ക്യൂബോയിഡിൽ നിന്ന് 4 ഡിപ്രഷൻ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന റിമൈനിങ് വോളിയം 523.53 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇവിടെ എന്താ സ്റ്റെപ്സ്, വോളിയം ഓഫ് ക്യൂബോയിഡ് മൈനസ് വോളിയം ഓഫ് 4 ഡിപ്രഷൻ. വോളിയം ഓഫ് ക്യൂബോയിഡ് മൈനസ് വോളിയം ഓഫ് 4 ഡിപ്രഷൻ. വോളിയം ഓഫ് ക്യൂബോയിഡ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. Then depression half in 1/3 into pi r square h, 4 into 1/3 pi r square h. കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ആ കാൽക്കുലേഷൻ ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചെറിയൊരു പ്രയാസം ഉണ്ട് കേട്ടോ. വളരെ ലൈറ്റായിട്ടൊരു പ്രയാസം ഉണ്ടാവുകയെ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു ലൈറ്റായിട്ടൊരു പ്രോബ്ലം ഉണ്ടാവും. കാരണം എന്താ, കാൽക്കുലേഷൻ ശ്രദ്ധിക്കണം. അതാണ് ലൈറ്റായിട്ട് പ്രോബ്ലം ഉണ്ടാവുമെന്ന് പറയാനുള്ള കാരണം. കാൽക്കുലേഷൻ പ്രോബ്ലമായി പോവരുത്, സിമ്പിൾ ടോപ്പിക്സാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, കറക്റ്റ് ചെയ്തല്ലോ എല്ലാവരും? കറക്റ്റ് ചെയ്തു അല്ലേ. തേർഡ് പ്രോബ്ലം കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ. എ വെസൽ ഈസ് ഇൻ ദി ഫോം ഓഫ് ആൻ ഇൻവേർട്ടഡ് കോൺ. ഇറ്റ്സ് ഹൈറ്റ് ഈസ് 8 centimeter and the radius of its top which is open is 5 centimeter. If 5 centimeter, it is filled with water up to the brim മോൾ വരെ brim. When lead shots each of which is a sphere of radius, each of which is a sphere of radius 0.5 centimeter are dropped into the vessel, comma
1/4 of the water is flows out. 1/4 of the water is flows out. Find the number of lead shots dropped in the vessel. Find the number of lead shots dropped in the vessel. അപ്പോൾ വെസൽ ഷേപ്പ് കോണിക്കൽ ഷേപ്പ് ഇൻവേർട്ടഡ് കോൺ എന്ന് പറഞ്ഞാൽ തിരിച്ചു വെച്ചതാണ്. കോൺ ഇങ്ങനെ വെച്ചു. ഇതിൽ ലെഡ് ഷോട്ട് ഇങ്ങനെ കണ്ടമാനം ഒരുപടി ലെഡ് ഷോട്ട്സ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യുക അല്ലേ. ഒരുപടി ലെഡ് ഷോട്ട്സ് ഉണ്ട്. ഹൈറ്റ് എത്രയാണ്? 8 ആണെന്ന് തോന്നുന്നു അല്ലേ. 8 അല്ലേ പറഞ്ഞിരിക്കുന്നത്? 8 സെൻറ്റിമീറ്റർ ഹൈറ്റ്. ദെൻ 5 സെൻറ്റിമീറ്റർ ടോപ്പ് റേഡിയസ്. ലെഡ് ഷോട്ട് സെപ്പറേറ്റ് എടുത്താൽ റേഡിയസ് 0.5, ലെഡ് ഷോട്ടിൻ്റെ റേഡിയസ് 0.5 സെൻറ്റിമീറ്റർ. നമുക്ക് എത്ര ലെഡ് ഷോട്ട് ഇതിലിടണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? വോളിയം ഓഫ് വെസൽ എത്ര ഉണ്ട്, വെസലിൽ എത്ര വാട്ടർ ഉണ്ടെന്ന് അറിയണ്ട. വോളിയം ഓഫ് വെസൽ. ദെൻ വോളിയം ഓഫ് വാട്ടർ ഫ്ലോസ് ഔട്ട് 1/4 ഇൻറ്റു വോളിയം ഓഫ് വെസൽ. 1/4 ഇൻറ്റു വോളിയം ഓഫ് വെസൽ ഫ്ലോസ് ഔട്ട്, പുറത്തേക്ക് ചാടി. ദെൻ വോളിയം ഓഫ് 1 ലെഡ് ഷോട്ട്, ഒരു ലെഡ് ഷോട്ടിൽ എത്ര ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്പർ ഓഫ് ലെഡ് ഷോട്ട് ഇൻറ്റു വോളിയം ഓഫ് 1 ലെഡ് ഷോട്ട് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ഫ്ലോസ് ഔട്ട്. എൻ ആക്കി എടുക്കുക. നമ്പർ ഓഫ് ലെഡ് ഷോട്ട് എൻ ഇൻറ്റു വോളിയം ഓഫ് 1 ലെഡ് ഷോട്ട്, ദാറ്റ്സ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ഫ്ലോസ് ഔട്ട്. അതായത് വെള്ളം എത്ര പുറത്തേക്ക് ചാടുന്നോ അത് വോളിയം. ആരുടെ വോളിയാണ്? ആ ലെഡ് ഷോട്ട്സിൻ്റെ ഫുള്ള് വോളിയാണ്. അതാണ് പറയുന്നത്. വെള്ളം എത്ര ചാടുന്നോ, എത്ര ഫ്ലോസ് ഔട്ട് ചെയ്യുന്നോ അതൊക്കെ വോളിയം ഓഫ് ലെഡ് ഷോട്ട്സ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ലെഡ് ഷോട്ടാണ്. നമ്പർ ഓഫ് ലെഡ് ഷോട്ട് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ഫ്ലോസ് ഔട്ട്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റെപ്സ് ആയിട്ട് ഫസ്റ്റ് വോളിയം ഓഫ് വെസൽ, വോളിയം ഓഫ് കോൺ ആണ് കാണേണ്ടത്. വോളിയം ഓഫ് കോൺ ഈക്വൽ ടു 1/3 πr²h. 1/3 πr²h. 1/3 ഇൻറ്റു പൈ കൊടുക്കണ്ട, കട്ട് ചെയ്ത് പോകും. അവിടെയും പൈ ഉണ്ടല്ലോ, ലെഡ് ഷോട്ടിലും പൈ ഉണ്ട്. റേഡിയസ് 5² ഇൻറ്റു 8. ദെൻ 1/3 പൈ ഇൻറ്റു 25 ഇൻറ്റു 8, 200 π/3 സെൻറ്റിമീറ്റർ ക്യൂബ്. 200 π/3 സെൻറ്റിമീറ്റർ ക്യൂബ് വോളിയം ഓഫ് ദി വെസൽ. വോളിയം ഓഫ് ദി വെസൽ. ദെൻ വോളിയം ഓഫ് വാട്ടർ ഫ്ലോസ് ഔട്ട്. വോളിയം ഓഫ് വാട്ടർ ഫ്ലോസ് ഔട്ട്. ഫ്ലോസ് ഔട്ട് ഈക്വൽ ടു 1/4 ഇൻറ്റു 200 π/3. കട്ട് ചെയ്താൽ 50 π/3 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവരും എഴുതി വെക്കുക. ഫിഗർ മസ്റ്റായിട്ട് വരയ്ക്കുക. ഒരു ലെഡ് ഷോട്ടും ഭംഗിയായിട്ട് വരയ്ക്കുക. ദെൻ വോളിയം ഓഫ് വെസൽ ഓർ വോളിയം ഓഫ് കോൺ 1/3 πr²h. 1/3 പൈ ഇൻറ്റു 5² ഇൻറ്റു 8. 1/3 പൈ ഇൻറ്റു 25 ഇൻറ്റു 8, 200 π/3 സെൻറ്റിമീറ്റർ ക്യൂബ്. വോളിയം ഓഫ് വാട്ടർ ഫ്ലോസ് ഔട്ട് 1/4 ഇൻറ്റു 200 π/3, ദാറ്റ്സ് ഈക്വൽ ടു 50 π/3. ഡൺ. വെരി ഗുഡ്. ഇനി ആ ഫിഗർ നമുക്കൊന്ന് വായിച്ചാളാം, എന്നാൽ കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് പറഞ്ഞോളൂ. വോളിയം ഓഫ് 1 ലെഡ് ഷോട്ട്. ഓക്കെ, വോളിയം ഓഫ് സ്ഫിയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 4/3 πr³. 4/3 പൈ ഇൻറ്റു 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 0.5, ദാറ്റ്സ് ഈക്വൽ 4/3 പൈ ഇൻറ്റു 5 5s are 25, 25 5s are 125, 0.125. ദെൻ 0.125നെ 5 കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്താൽ എത്രയാണോ കിട്ടുക? 125 ഇൻറ്റു 4 ചെയ്യല്ലേ. 20 ബാലൻസ് 2 8 10 ബാലൻസ് 1 4 5 500 പോയിൻ്റ് ഇടുമ്പോൾ 0.5 π/3 സെൻറ്റിമീറ്റർ ക്യൂബ്. വോളിയം ഓഫ് 1 ലെഡ് ഷോട്ട് ഈക്വൽ ടു 0.5 π/3. പറയാൻ നല്ലൊരു സുഖമുള്ളതാണ്. 0.5 π/3 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ 1 ലെഡ് ഷോട്ട് കിട്ടി. വോളിയം ഓഫ് 1 ലെഡ് ഷോട്ട്. ദെൻ നെക്സ്റ്റ് കേസിൽ അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആക്കി വേണം എഴുതി വെക്കുക. n ഇൻറ്റു വോളിയം ഓഫ് 1 ലെഡ് ഷോട്ട് ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലെഡ് ഷോട്ട് into volume of one lead shot equal to volume of water
water flows out. Volume of water flows out. N, number of lead shot into volume of one lead shot equal to volume of water flows out. Then N into 0.5 pi by 3 is equal to 50 pi by 3. Water flows out to 50 pi by 3. Then N is equal to 50 pi by 3 into 3 by 0.5 pi, taking reciprocal and multiplying. Cut 3, cut 3, cut pi, cut pi, cut 3, cut 3, cut pi, cut pi, cut 3, cut 3, cut pi, cut pi. That's equal to 50 by 0.5. Multiplying both numerator and denominator by 10. 500 by 5, that's equal to 100 lead shot. Final answer എത്ര കിട്ടി? 100 lead shot. ആ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുമ്പോൾ മൈൻഡിൽ നമുക്കൊരു ആശ്വാസമാണ് അല്ലേ? നമ്പർ ഓഫ് ലെഡ് ഷോട്ട്സ് ഈക്വൽ ടു ഡ്രോപ്പ്ഡ് ഇൻ ദി വെസൽ ഈക്വൽ ടു 100 ലെഡ് ഷോട്ട്. നമ്പർ ഓഫ് ലെഡ് ഷോട്ട് ഡ്രോപ്പ്ഡ് ഇൻ ദി വെസൽ ഈക്വൽ ടു 100 ലെഡ് ഷോട്ട്. എന്ത് സുഖമാണ്. അപ്പോൾ എന്താണ്? ഫസ്റ്റ് വോളിയം ഓഫ് വെസൽ, സെക്കൻഡ് വോളിയം ഓഫ് വൺ ലെഡ് ഷോട്ട്, ദെൻ n ഇൻറ്റു നമ്പർ ഓഫ് ലെഡ് ഷോട്ട്സ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ഫ്ലോസ് ഔട്ട്. വോളിയം ഓഫ് വാട്ടർ ഫ്ലോസ് ഔട്ട് എന്താണ്? 1/4 ഓഫ് വോളിയം ഓഫ് വെസൽ, 1/4 ഓഫ് ദി വോളിയം എന്നാണ് പറയുന്നത്. വളരെ വൃത്തിയായിട്ട് ചെയ്താൽ മതി. സിമ്പിളാണ്, എല്ലാ ടോപ്പിക്കും സിമ്പിളാണ് കേട്ടോ. വേറെ ഒരു പ്രയാസമുള്ള ടോപ്പിക്സ് ഒന്നുമില്ല, സിമ്പിൾ ടോപ്പിക്സ് ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യണം. എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്യുക, ഡിസ്കഷനിൽ പങ്കെടുത്ത് പ്രാക്ടീസ് ആക്കുക, അതന്നെ. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യൻ ചെയ്തല്ലോ. 4 ക്വസ്റ്റ്യൻ ചെയ്തു. അടുത്തത് 5th ക്വസ്റ്റ്യൻ. A solid iron pole. A solid iron pole. A solid iron pole consists of a cylinder of height 220 centimeter, and base diameter 24 centimeter, which is surmounted by another cylinder of height 60 centimeter and radius 8 centimeter. Find the mass of the pole given that 1 centimeter cube of iron has approximately 8 gram. 1 centimeter cube of iron has approximately 8 gram. Bracket pi is equal to 3.14. Pi is equal to 3.14. ഒന്നുകൂടി പറയാം. A solid iron pole consists of a cylinder of height 220 centimeter and base diameter 24 centimeter, which is surmounted by another cylinder of height 60 centimeter and radius 8 centimeter. Find the mass of the pole given that 1 centimeter cube of iron has approximately 8 gram mass. Bracket pi is equal to 3.14. നമുക്ക് എന്ത് ചെയ്യാം? ഒരു അയൺ പില്ലർ, അയൺ പോളാണ്. 220 സെൻറ്റിമീറ്റർ ഹൈറ്റ്. അതിൻ്റെ മുകളിൽ വേറൊരു പോൾ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. റേഡിയസ് 8, ഇതിന് 60, ഇതിൻ്റെ ഡയമീറ്റർ 24, അപ്പോൾ റേഡിയസ് 12, ഹൈറ്റ് 220. ഡയമീറ്റർ 24, റേഡിയസ് 8. ഓക്കെ, അപ്പോൾ 2 സിലിണ്ടർ അല്ലേ? ഫസ്റ്റ് വോളിയം ഓഫ് ലാർജർ സിലിണ്ടർ പ്ലസ് സെക്കൻഡ് വോളിയം ഓഫ് സ്മോളർ സിലിണ്ടർ, രണ്ടും കൂടി ആഡ് ചെയ്താൽ വെയിറ്റ് സെൻറ്റിമീറ്റർ ക്യൂബിൽ കിട്ടി. ദെൻ അതിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഗ്രാമിലേക്കും കിലോഗ്രാമിലേക്കും ഒക്കെ കൺവേർട്ട് ചെയ്യാം. ഫസ്റ്റ് വോളിയം ഓഫ് ലാർജർ സിലിണ്ടർ ആൻഡ് സ്മോളർ സിലിണ്ടർ അല്ലേ? ലാർജർ സിലിണ്ടർ ആൻഡ് സ്മോളർ സിലിണ്ടർ. ലാർജർ സിലിണ്ടർ എത്രയാ? പൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ എച്ച്. ക്യാപിറ്റൽ എച്ച് ചെയ്തുകൊണ്ട് ഒരു ക്യാപിറ്റൽ എച്ച് ചെയ്താൽ പൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ എച്ച്. പൈ ഇൻറ്റു 12 സ്ക്വയർ ഇൻറ്റു 220. പൈ ലാസ്റ്റ് ആഡ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈ ഇൻറ്റു 144 ഇൻറ്റു 220. ദെൻ 144 ഇൻറ്റു 220, 22 ചെയ്യുക. 882, 16 ബാലൻസ് 1, 11 ബാലൻസ് 1, 3, ഒരു 0 കൊടുക്കുക. 3160
680 pi cubic centimeter. Volume of larger cylinder equal to pi capital R square h pi into 12 square into 220 pi into 144 into 220 31680 pi cubic centimeter. Then volume of smaller cylinder, pi small r square h pi into radius 8 square into h 60 pi into 64 into 60 24 balance 2 36 38 3840 pi 3840 pi centimeter cube smaller, 31,680 pi centimeter cube larger. Then volume of എന്താ പറയുന്നത്, പില്ലറോ ഷേപ്പോ പോളോ എന്താ പറയുന്നത്, അവർ പറയുന്നത് എന്താ, വോളിയം ഓഫ് പില്ലറോ അയൺ പോൾ അല്ലേ, അയൺ പോൾ ആയിക്കോട്ടെ, 31,680 പ്ലസ് 3,840 0 12 balance 1 14 plus 1 15 balance 1 5 35,520 pi 3.14 കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യാം. 335520 into 314 0 8 20 balance 2 20 22 balance 2 12 14 0 2 5 5 3 then 0 6 15 balance 1 15 16 balance 1 9 10 0 8 2 11 13 balance 1 6 11 15 balance 1 7 10 11 balance 1 1 1 1 1 1 1 5 3 2 8 0. 3.14 ഒരു ഡെസിമൽ ഇട്ട് കഴിഞ്ഞാൽ 2 ഡെസിമൽ പ്ലേസ് ഇട്ടാൽ 1,11,532 1,11,532.8 cubic centimeter 8 cubic centimeter 1,11,532.8 cubic centimeter. Then 1 centimeter cube total mass 8 gram ആണ് മാസ്, 8 gram 8 കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യുക. 1 centimeter cube equal to 8 gram. Then 1,11,532.8 32.8 into 8 ചെയ്യുക. 64 balance 6 16 plus 6 22 balance 2 24 26 balance 2 40 42 balance 4 8 12 balance 1 8 1 9 8 892,624 2.4 gram 8,92,262.4 gram. Gram to convert kilogram divided by 1000 892.2624 kilogram എന്ന് എഴുതി വെക്കുക. 892.262 അതായത് 892.264 കിലോഗ്രാം 892.26 എന്ന് എഴുതിയാൽ മതി. അല്ലാണ്ട് ഗ്രാമിനെ നമ്മളിങ്ങനെ വെക്കുമോ 1,892,262.4 ഗ്രാംസ് ഉണ്ട് വെയിറ്റ് എന്ന് പറയുമോ, ഇല്ല. 2 കിലോഗ്രാം ഷുഗർ എന്നാവും നമ്മൾ പറയും അല്ലേ, 2 കിലോഗ്രാം ഷുഗർ. അല്ലാണ്ട് 2000 ഗ്രാം ഷുഗർ തരി എന്ന് പറയുമോ, ഇല്ല. 4000 ഗ്രാം ഷുഗർ തരി എന്ന് പറയില്ല, 4 kg ഷുഗർ തരി എന്ന് പറയും, അങ്ങനെ പറയാം. അല്ലാണ്ട് 25,000 ഗ്രാം റൈസ് തരി എന്ന് പറയും, ഇല്ല. 25 കിലോഗ്രാം റൈസ് വേണം. അങ്ങനെ അത് ഒക്കെ നോർമൽ ക്വാണ്ടിറ്റിയിലേക്ക് യൂണിറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. 1 കിലോഗ്രാം ഈക്വൽ ടു 1000 ഗ്രാം. ദെൻ ഗ്രാം ടു ഡിവൈഡ് കൺവേർട്ട് ടു കിലോഗ്രാം ഡിവൈഡഡ് ബൈ 1000 892.26 കിലോഗ്രാം. വെരി ഗുഡ്. അപ്പോൾ ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് ടൈമാണ് നമുക്ക് വല്ലാതെ ഇങ്ങനെ ചെയ്യുന്നത്. എന്താണ് ടൈം? കാൽക്കുലേഷൻ്റെ ടൈമാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടാവും, ഇപ്പോൾ ഒരു കാൽക്കുലേറ്റർ കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെ അത് ആഗ്രഹം മാത്രമേ ഉള്ളൂ, കിട്ടത്തില്ല. ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ, കാൽക്കുലേറ്റർ കിട്ടത്തില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ആഗ്രഹം ഉണ്ടാവും, കിട്ടൂല. ദെൻ നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ. 6th ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതുക. 6th ക്വസ്റ്റ്യൻ എഴുതുക.
A spherical glass vessel has a cylindrical neck 8 cm long, 2 cm in diameter. The diameter of the spherical part is 8.5 cm. By measuring the amount of water it holds, a child finds its volume to be 345 centimeter cube. ഒരു കുട്ടി കണ്ടുപിടിച്ച് 345 centimeter cube. Check whether she is correct, taking the above as inside measurement and pi is equal to 3.14. ഇൻസൈഡ് മെഷർമെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ ഒരു സ്റ്റുഡൻറ്റ് ചെയ്തിട്ട് 345 സെൻറ്റിമീറ്റർ ക്യൂബ് വോളിയം കിട്ടി, അത് കറക്റ്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എ സ്ഫെറിക്കൽ ഗ്ലാസ് വെസൽ ഹാസ് എ സിലിണ്ടറിക്കൽ നെക്ക് 8 cm long, 2 cm in diameter. The diameter of the spherical part is 8.5 cm. By measuring the amount of water it holds, a child finds its volume to be 345 centimeter cube. Check whether she is correct, taking the above as the inside measurement, pi is equal to 3.14. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ഫെറിക്കൽ വെസല്, ആ വെസല് സിലിണ്ടറിക്കൽ നെക്കാണ്, സിലിണ്ടറിക്കൽ നെക്ക് വെച്ചു. ഇത് ഡയമീറ്റർ 8.5 ആണ്. അപ്പോൾ 8.5/2 ആണ് റേഡിയസ്. റേഡിയസ് ഇവിടെ 2 ആണ്. ഹൈറ്റ് ഓഫ് ദി സിലിണ്ടറിക്കൽ പാർട്ട് 8. റേഡിയസ് അല്ല, ഡയമീറ്റർ 2 ആണ്. ഹൈറ്റ് റേഡിയസ് അപ്പോൾ എത്ര വരും? 1. റേഡിയസ് ഓഫ് ദി സിലിണ്ടറിക്കൽ പോർഷൻ ഈക്വൽ ടു 1. ദെൻ ഇതാണ് വെസൽ ഷേപ്പ് അല്ലേ, ഒരു സ്ഫെറിക്കൽ ഗ്ലാസ് വെസലാണ്. ഒരു കെമിസ്ട്രി ലാബിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഗ്ലാസ് വെസൽ ടൈപ്പാണ്. ദെൻ വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ് സ്ഫിയർ. പണി കഴിഞ്ഞാൽ ചെയ്യാനാവണ്ടേ അല്ലേ. ഫസ്റ്റ് വോളിയം ഓഫ് സിലിണ്ടർ ഈക്വൽ ടു πr²h, π × 1² × 8, 8π അവിടെ വെച്ചു, 8π centimeter cube. Then volume of sphere equal to 4/3πr³. പറഞ്ഞേ 4/3πr³. പറഞ്ഞേ 4/3πr³. 4/3π into next 8.5/2 into 8.5/2 into 8.5/2. അവിടെയാണ് നമുക്ക് പ്രൊഡക്റ്റ് കുറച്ച് കൂടുതലായിട്ട് വരുന്നത്. ചെയ്യുന്ന വേറെ രക്ഷയില്ല, ഒരു രക്ഷയില്ല. 2ഉം 4ഉം കട്ട് ചെയ്ത് 2, ദെൻ അഗെയിൻ ഒരു 2ഉം കൂടി കട്ട് ചെയ്തു. 8.5 into 8.5 into 8.5 divided by 3 2s are 6. 8.5 into 8.5 into 8.5 divided by 6 ചെയ്യണം. 8.5 into 8.5 ഫസ്റ്റ് പ്രൊഡക്റ്റ് ചെയ്യാം. വേറൊരു രക്ഷയില്ല, വേറൊരു ഐഡിയ ഇല്ല. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നേ. 85 into 85, 5 5s are 25, balance to 40, 42, 40 balance for 64 plus 4 68, 5 to 12 balance 1 7. Then again 85, 25 balance to 10, 12 balance 1 10, 11 balance 1 35, 36, 40 balance for 16, 20 balance to 16 plus 2 18 balance 1 56 plus 1 57, 5 2 1 14 balance 1 8 11 balance 1 6 3 decimal place 614.125 pi 125 pi 614.125. then next divided by 6 ചെയ്യണം അല്ലേ. ഒരു രക്ഷയില്ല മക്കളെ, ചെയ്യുന്നേ. വേറെ എന്താ പരിപാടി? ഒരു പരിപാടിയില്ല, ചെയ്യുക. ഫ്രാക്ഷൻസ് ഒക്കെ ചെയ്യുക, ഡെസിമലാക്കുക. 614.125 ഡെസിമൽ ഡിവൈഡ് ചെയ്ത് 6 1 6 0 14 2 12 ബാലൻസ് 2 1 3 18 ബാലൻസ് 3 2 5 30 ബാലൻസ് 2 5 4 എക്സെട്ര അങ്ങനെ പോകും. അപ്പം അപ്രോക്സിമേറ്റ് 102.35 എടുത്തൂടെ. 100.35 പൈ അങ്ങനെയാണ് എടുക്കുക, റൗണ്ട് ഓഫ് ആക്കി എടുക്കുക.
102.34 pi. 102.35 pi. Then add ചെയ്തു 8 കൂടി add ചെയ്തു. Plus 110.35 pi. 110.35 pi volume of the vessel. Then substitute value pi is equal to 3.14. 3.14 substitute ചെയ്യുക. 110.35 into 3.14. 20 balance 2, 12, 14 balance 1, 1, 4, 4. 5, 3, 0, 1, 1. 15 balance 1, 9, 10, 0 balance 1, 1, 3, 3. Then 0, 9, 9, 4, 6, 4, 3. How many decimal place? 4 decimal place. 346.49, അതായത് 346.5 ആണ് കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ കൊച്ചു കുട്ടിക്ക് എത്രയാണ് കിട്ടുന്നത്? മോക്ക് കിട്ടുന്നത് 345 എന്നാണ് കിട്ടുന്നത്. അല്ല, 346 പോയിൻ്റ് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ അവൾ പറഞ്ഞത് ശരിയാണോ? അല്ല, ഷീ ഈസ് നോട്ട് കറക്റ്റ്. ഷീ ഈസ് നോട്ട് കറക്റ്റ്. ദി കറക്റ്റ് വോളിയം ഈസ് 346.49 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് വലിയ പ്രയാസമുണ്ടോ? ഒന്നുമില്ല. കാൽക്കുലേഷൻ നല്ല പ്രയാസമുണ്ട്. കാൽക്കുലേഷൻ അറിയാത്തവർക്ക് നല്ല പ്രയാസമുണ്ട്. ഞാനെല്ലാ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ഇവിടെ പ്രാക്ടീസ് ചെയ്ത് തരികയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ബേസിക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അത് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് തന്നെ പ്രാക്ടീസ് ആക്കണം. ദെൻ വോളിയം ഓഫ് സിലിണ്ടറിക്കൽ നെക്ക്, വോളിയം ഓഫ് സ്ഫിയർ πr² സിലിണ്ടർ, ദെൻ സ്ഫിയർ 4/3 πr³ ഡയമീറ്റർ 8.5 ഡയമീറ്റർ 8.5/2 എല്ലാത്തിനും by2 നിർത്തുക. കാരണം ഡെസിമൽസിന് കട്ട് ചെയ്യുക എല്ലാത്തിനെ കൊണ്ട് നമുക്ക് എന്തെടുത്തു? 8.5/2 8.5/2 ആക്കിയെടുത്ത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ പൈ കിട്ടി. ടോട്ടൽ പൈന് 3.14 കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്തു. 346.49 അപ്രോക്സിമേറ്റ് വോളിയം കിട്ടുന്നു. ഷീസ് നോട്ട് കറക്റ്റ്. മോള് ചെയ്തത് കറക്റ്റ് അല്ല. ദെയർഫോർ ദി കറക്റ്റ് വോളിയം ഈക്വൽ ടു 346.49. 5 എന്ന് എഴുതാം. 346.5 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ 6 പ്രോബ്ലം നമുക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. 6 പ്രോബ്ലത്തിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാൻ നമുക്കെന്താണ് കുറച്ച് തോനെ സമയം പിടിച്ചിട്ടുണ്ട്. കാൽക്കുലേഷൻ ചെയ്യാൻ സമയം പിടിക്കുന്നില്ല, സമയമൊന്നും പിടിക്കില്ല. കാരണം എന്താ? കാൽക്കുലേറ്ററിലാണ് ചിക്ക് പണി കഴിഞ്ഞ്. കാൽക്കുലേറ്റർ യൂസ് ചെയ്യരുത് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പാടില്ല മക്കളെ. റെഡി? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 7th one. A solid consisting of a right circular cone of height 120 centimeter and radius 60 centimeter standing on a hemisphere of radius 60 centimeter is placed upright in a right circular cylinder full of water such that it touches the bottom. Find the volume of water left in the cylinder if the radius of the cylinder is 60 centimeter and its height is 180 centimeter. അടുത്തൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. എ സോളിഡ് കൺസിസ്റ്റിംഗ് ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ ഓഫ് ഹൈറ്റ് 120 centimeter and radius 60 centimeter standing on a hemisphere of radius 60 centimeter is placed upright in a right circular cylinder full of water such that it touches the bottom. Find the volume of water left in the cylinder if the radius of the cylinder is 60 centimeter and its height is 180 centimeter. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ ഇൻ ദി സിലിണ്ടർ, വോളിയം ഓഫ് സിലിണ്ടർ ആദ്യം ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ചില പണികൾ നടത്താനുണ്ട്. ഫിഗർ വരയ്ക്കുക എല്ലാവരും. സിലിണ്ടറിൽ ഫുള്ള് വാട്ടറാണ്. അതിൻ്റെ അകത്തൊരു സോളിഡ് ഫുൾ ഫിറ്റ് ആക്കിയിട്ടൊരു സോളിഡ് വെച്ചിട്ടുണ്ട്. ഫുൾ ഫിറ്റ് ആയിട്ടുള്ളൊരു സോളിഡ്, കോൺ ആൻഡ് ഹെമിസ്ഫിയർ ജോയിൻ ചെയ്തൊരു സോളിഡാണ് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ സിലിണ്ടറിൻ്റെ 180 ആണ് റേഡിയസ്, 180 ഹൈറ്റാണ്, എല്ലാം സെൻറ്റിമീറ്ററാണ്. ദെൻ കോണിൻ്റെ റേഡിയസ് 60 ആണ്. കോണിൻ്റെ റേഡിയസ് 60 ആണ്. ഇൻസൈഡ് സോളിഡിൻ്റെ റേഡിയസ് 60.
ദെൻ ഹൈറ്റ് 120 ആണ്. ദെൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വോളിയം, റിമൈനിങ് വോളിയം. ഇത് അതിലേക്ക് ഇടുമ്പോൾ ബാലൻസ് ഉള്ള വോളിയം എത്ര ഉണ്ട് എന്നാണ്. ദെൻ വോളിയം ഓഫ് സിലിണ്ട്രിക്കൽ വെസൽ മൈനസ് വോളിയം ഓഫ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന എന്താണ്, സോളിഡ് ഏതാണ്, കോൺ ആൻഡ് ഹെമിസ്ഫിയർ. വോളിയം ഓഫ് കോൺ ആൻഡ് ഹെമിസ്ഫിയർ സബ്ട്രാക്ട് ചെയ്യുക. വോളിയം ഓഫ് സിലിണ്ടർ മൈനസ് വോളിയം ഓഫ് കോൺ പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ. അപ്പോൾ ഫസ്റ്റ് വോളിയം ഓഫ് സിലിണ്ടർ എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യുക. വോളിയം ഓഫ് സിലിണ്ടർ ഫോർമുല പറഞ്ഞിട്ട് അവരൊക്കെ പറയങ്ങോട്ട്, പൈ ആർ സ്ക്വയർ എച്ച്, പൈ ഇൻറ്റു 60 സ്ക്വയർ ഇൻറ്റു 180, 3600 പൈ ഇൻറ്റു 180, 36 ഇൻറ്റു 18 ചെയ്യുക. 48, 8 6 are 48, ബാലൻസ് 4, 24 + 4 28, 6 3, 8 14, ബാലൻസ് 1, 5 6, 000 ഇട്ട് കൊടുക്കുക. 648,000 പൈ. 6,48,000 പൈ ആണ് വോളിയം ഓഫ് സിലിണ്ടർ വെസൽ. ഫുള്ളായിട്ടാണ് വെള്ളം ഉള്ളത്. ആ സിലിണ്ടറിലേക്കാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ആ സോളിഡിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നത്, ഇടുന്നത്. അപ്പോൾ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വോളിയം ഓഫ് ഈ സോളിഡ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വോളിയം ഓഫ് കോൺ പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ സെപ്പറേറ്റ് കാണാം. വോളിയം ഓഫ് കോൺ ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ എച്ച്, 1/3 പൈ ഇൻറ്റു 60 സ്ക്വയർ ഇൻറ്റു 120, 1/3 പൈ ഇൻറ്റു 3600 ഇൻറ്റു 120, 3യും 120 കട്ട് ചെയ്ത് 40, 36 ഇൻറ്റു 4, 24, ബാലൻസ് 2, 12, 14, 000 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. 1,44,000 പൈ വോളിയം ഓഫ് കോൺ മാത്രം, വോളിയം ഓഫ് കോൺ. ദെൻ വോളിയം ഓഫ് ഹെമിസ്ഫിയർ പറഞ്ഞോളൂ മക്കളെ. ഫോർമുല 2/3 പൈ ആർ ക്യൂബ്, 2/3 ഇൻറ്റു പൈ ഇൻറ്റു 60 ഇൻറ്റു 60 ഇൻറ്റു 60, കട്ട് 60 കട്ട് 3 20, 20 ഇൻറ്റു 2 40, 40 ഇൻറ്റു 3600 പൈ, ദാറ്റ്സ് ഈക്വൽ ടു 1,44,000 പൈ. രണ്ടും സെയിം ആണ്. 1,44,000 പൈ. ദെൻ ആഡിങ് സബ്ട്രാക്റ്റിംഗ്, ഇതാണ് പരിപാടി, അടുത്ത പരിപാടി അല്ലേ. 1,44,000 പൈ പ്ലസ് 1,44,000 പൈ, ദാറ്റ്സ് ഈക്വൽ ടു 2,88,000 പൈ. സബ്ട്രാക്റ്റ് വി ഗെറ്റ് റിമൈനിങ് വോളിയം. സബ്ട്രാക്ട് ചെയ്താൽ എത്ര കിട്ടും? 6,48,000 മൈനസ് 2,88,000, 0,0,0,6, then 3,60,000 പൈ ക്യൂബിക് സെൻറ്റിമീറ്റർ. 3,60,000 പൈ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് അവിടെ എഴുതി വെച്ചാൽ മതി. ഇനിയിപ്പോൾ അതിൻ്റെ പൈ കൊടുക്കണമെങ്കിലോ ആവശ്യമുള്ളവർക്ക് പൈ കൊടുക്കാം. ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റിമൈനിങ് ഫൈൻ ദ വാട്ടർ ലെഫ്റ്റ് ഇൻ ദി സിലിണ്ടർ എന്നാണ്. വാട്ടർ ലെഫ്റ്റ് ഇൻ ദി സിലിണ്ടർ പറഞ്ഞാൽ 3,60,000 പൈ ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി അതിനെ വേണമെങ്കിൽ യൂണിറ്റ് കൊടുക്കാം. 3.14 കൊടുക്കാം. 3.14 പ്രൊഡക്റ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 3,60,000 പൈ ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഇമാജിനറി കോൺസെപ്റ്റ് അറിയാം. ഒരു ഗ്ലാസ്സിൽ നിറയെ ഫുൾ ഓഫ് വാട്ടർ വെക്കുക, അതിലേക്ക് ഇങ്ങനെ ഓരോന്ന് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ആ വെയിറ്റ് എന്ത് ചെയ്യും? വാട്ടർ ഫ്ലോസ് ഔട്ട്. നെക്സ്റ്റ് ഒന്നുകൂടി ഇട്ട് വാട്ടർ ഫ്ലോസ് ഔട്ട്, നെക്സ്റ്റ് വാട്ടർ ഫ്ലോസ് ഔട്ട്, നെക്സ്റ്റ് വാട്ടർ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് വോളിയം ഓഫ് സിലിണ്ടർ, ഫുൾ ഓഫ് സിലിണ്ടർ മൈനസ് വോളിയം ഓഫ് ഇമേഴ്സ്ഡ് സോളിഡ്. ഇമേഴ്സ്ഡ് സോളിഡ് ഏതാണ്? കോൺ ആൻഡ് ഹെമിസ്ഫിയർ. വോളിയം ഓഫ് കോൺ പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. വി ഗെറ്റ് 3,60,000 പൈ ക്യൂബിക് സെൻറ്റിമീറ്റർ വോളിയം ഓഫ് വാട്ടർ ലെഫ്റ്റ് എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്, സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് കോമ്പിനേഷൻ ഓഫ് സോളിഡ്, കോമ്പിനേഷൻ സോളിഡ്സ്, വോളിയം ഓഫ് കോമ്പിനേഷൻ സോളിഡ്സ്. ആ ടോപ്പിക്കിൽ 7 പ്രോബ്ലം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു.
7 പ്രോബ്ലം വളരെ നീറ്റായിട്ട് ചെയ്തു. വോളിയം ഓഫ് എ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ 7 പ്രോബ്ലം ചെയ്തു. ആ വോളിയത്തിൻ്റെ ഫോർമുലാസ് ബൈ ഹാർട്ട് ആക്കിയിരിക്കണം. ഒന്നുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. വോളിയം ഓഫ് ക്യൂബോയിഡ് L ഇൻറ്റു ബി ഇൻറ്റു എച്ച്, വോളിയം ഓഫ് ക്യൂബ് എ ക്യൂബ്, വോളിയം ഓഫ് സിലിണ്ടർ പൈ ആർ സ്ക്വയർ എച്ച്, വോളിയം ഓഫ് കോണ് 1/3 പൈ ആർ സ്ക്വയർ എച്ച്, വോളിയം ഓഫ് സ്ഫിയർ 4/3 പൈ ആർ ക്യൂബ്, വോളിയം ഓഫ് ഹെമിസ്ഫിയർ 2/3 പൈ ആർ ക്യൂബ്. അത് ബൈ ഹാർട്ട് ആക്കിയിരിക്കണം. ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 7 പ്രോബ്ലം നോട്ടിലേക്ക് എഴുതി വെക്കുക. ദെൻ എക്സ്ട്രാ പ്രോബ്ലംസ് 20 എക്സ്ട്രാ പ്രോബ്ലംസ് വേറെ വരും, അതും പ്രാക്ടീസ് ചെയ്യുക. നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഒരു ടോപ്പിക്കും കൂടി നമുക്ക് ഈ ചാപ്റ്ററിലുണ്ട്, കൺവേർഷൻ ഓഫ് സോളിഡ്സ്. അതും കൂടിയാണ് അടുത്ത ടോപ്പിക്ക്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം മക്കളെ, നീറ്റായിട്ട് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്ദി, നമസ്കാരം.